സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെയും ഒൻപതാമത്തെയും പദങ്ങൾ 4 -8 ആയാൽ എത്രാം പദമാണ് 0? സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് ആണ്. തേർഡ് ടേമും 9th ടേമും തന്നിട്ടുണ്ട്. അരിത്മെറ്റിക് സീക്വൻസിലത്തെ തേർഡ് ടേമും 9th ടേമും നമുക്ക് 4 -8 തന്നിട്ടുണ്ട്. എത്രാമത്തെ ടേമാണ് 0 എന്ന് കാണണം. സമാന്തര ശ്രേണിയിലത്തെ സൂത്രവാക്യമാണ് പൊതുവ്യത്യാസം കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. പദങ്ങളുടെ വ്യത്യാസം എത്രയൊക്കെയാണ് പദങ്ങൾ? മൂന്നാമത്തെയും ഒമ്പതാമത്തെയും പദങ്ങൾ എത്രയാണ്? 4 -8. അപ്പോൾ അത് തമ്മിൽ കുറയ്ക്കുക. എത്രയാണ്? -8 കുറയ്ക്കണം 4, -8 കുറയ്ക്കണം 4 ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. എത്രാം സ്ഥാനത്തൊക്കെ? മൂന്നാമത്തെയും ഒമ്പതാമത്തെയും. അപ്പോൾ 9 കുറയ്ക്കണം 3, 9 കുറയ്ക്കണം 3. -8 കുറയ്ക്കണം 4 എത്ര വരിക? -12 ബൈ 9 3 കുറച്ചാൽ 6 ഹരിക്കുമ്പോൾ 6 12 നെഗറ്റീവും പോസിറ്റീവും ഹരിച്ച നെഗറ്റീവ്. നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പദം എടുക്കാം, മൂന്നാമത്തെ പദം അല്ലെങ്കിൽ ഒമ്പതാമത്തെ പദം. സമാന്തര ശ്രേണിയിൽ n-ാം പദം കാണാൻ എന്താ സൂത്രവാക്യം? a + n-1 × d. അപ്പോൾ അതിൽ നമുക്ക് മൂന്നാം പദം എടുക്കുകയാണെങ്കിൽ എന്താ എഴുതുക? t3 = a + t. ഇവിടെ n-1 ആണ്. അപ്പോൾ ഇവിടെ 3 - 1 എന്ത് വരും? 2d. ഇപ്പോൾ നമുക്ക് t3 കിട്ടി, a + 2d. ഈ t3 നമുക്ക് എന്തുണ്ട്? മൂന്നാം പദം എത്ര തന്നിട്ടുണ്ട്? എത്രയാണ്? 4. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? a + 2d = 4 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് എന്തറിയാം? ഡിയുടെ വില കിട്ടിയിട്ടുണ്ട്. വില കൊടുക്കുക. a + 2d, 2 × -2 = 4. അപ്പോൾ a ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ഗുണിക്കുമ്പോൾ നെഗറ്റീവ്, ഈ 2 4 = 4. എ എങ്ങനെ കാണുക? ഈ 4 അങ്ങ് എടുക്കുമ്പോൾ 4 + 4 = 8. ഇപ്പോൾ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം കിട്ടിയിട്ടുണ്ട്, പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ട്. ഇനി എത്രാം പദമാണ് 0? അപ്പോൾ നമുക്ക് സൂത്രവാക്യം എന്താ എഴുതുക? n = tn - t1/d + 1. ഇതിൽ വില കൊടുക്കുക. ടി എന്ന് പറഞ്ഞാൽ n-ാം പദം അല്ലെങ്കിൽ അവസാനത്തെ പദം. എത്രാം പദമാണ് 0 പറയുമ്പോൾ ആ ശ്രേണിയുടെ അവസാനത്തെ പദം 0 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ tn എത്ര? 0 കുറയ്ക്കണം. t1 ആദ്യ പദം ഈ കിട്ടിയതാണ്. എത്രയാണ്? 8/d നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? -2 + 1. 0 നിന്ന് 8 കുറച്ചാൽ -8. -8/-2 + 1. 8/2 ഹരിക്കുമ്പോൾ 4, നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവാണ്, +1, 4 1 കൂട്ടിയാൽ 5. അതായത് ഈ സമാന്തര ശ്രേണിയുടെ 5-ാം പദമാണ് 0.